സാധാരണത്തേനേക്കാളും കുറച്ച് 2.0 എന്ന് പറഞ്ഞായിരുന്നല്ലോ വന്നത് തന്നെ. അതുപോലെ തന്നെ ആയിട്ടാണ് തോന്നിയത്. പെർഫോമൻസ് വൈസ് ഒക്കെ നന്നായിട്ട് ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ധ്യാൻ എന്നാണ് തോന്നിയത്. കൊള്ളായിരുന്നു. എന്താ നിങ്ങളൊക്കെ പടം കണ്ടോ? എങ്ങനെയുണ്ട്? ആ നന്നായിട്ടുണ്ടോ? പിന്നെ ക്യാമറ അങ്ങോട്ടേക്ക് തിരിച്ചിട്ട് അത് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ തന്നെ പറഞ്ഞോണ്ടിരുന്ന ഡീസന്റ് വാച്ച്. നല്ല റെസ്പോൺസ് ഉണ്ട് തിയേറ്ററിൽ. നിങ്ങൾ കണ്ടപ്പോ തിയേറ്ററിൽ റെസ്പോൺസ് തോന്നി? എന്തൊക്കെയോ തോന്നിയത് ഫാസ്റ്റ് കട്ട്സും പരിപാടികളൊക്കെ പോയിട്ട്. ഒന്നാമത്തെ കാര്യം ഒരു നാട്ടിൻപുറം ത്രില്ലർ ആയതുകൊണ്ട് നാടൻ പരിപാടിയാണല്ലോ. അപ്പോൾ മേക്കിംഗ് വൈസ് ഒരു പുതുമ ഉണ്ടാവണം തീർച്ചയായിട്ടും. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡയറക്ടേഴ്സും എൻ്റെ ടെക്നിക്കൽ സൈഡ് തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വീക്കെൻഡ് ആണ് ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടിപൊളി ആവണമല്ലോ, അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. എന്തായാലും കണ്ട് നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കണം. ഇനിയും കാണാത്ത ആൾക്കാരുടെ അടുത്ത് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും തിയേറ്റർ വാച്ചിനുള്ളൊരു സിനിമ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സും കഥാസന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. വേർഡ് ഓഫ് മൗത്താണല്ലോ ഇപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ആൾക്കാരിലേക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സംഭവം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുന്നുള്ളതാണ് ഓഡിയൻസിനോട് പറയാനുള്ളത്. ഒരു വലിയ നല്ലൊരു പടത്തിൽ ഭാഗവാൻ സാധിച്ചതിൽ സന്തോഷം. അതുപോലെ തന്നെ എല്ലാവരും പടം കാണുക, പടം കണ്ടിട്ട് എല്ലാവരുടെ റിവ്യൂസ് അറിയിക്കുക. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ ഒരു ധ്യാൻ ചേട്ടന്റെ ഒരു പുതിയൊരു പടമാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അടിപൊളി പടം. ഇത്രയും വലിയൊരു പടത്തിന്റെ, ഇത്രയും നല്ലൊരു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സിനിമ കാണണം. ധ്യാൻ ചേട്ടന്റെ ഒരു എന്താ പറയുക വേറൊരു ലെവൽ സാധനമാണ്. എല്ലാവരും കാണുക, അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. നന്നായിട്ടുണ്ട്. എൻ്റെ സിനിമയെ കുറിച്ച് യാത്ര പറഞ്ഞിട്ട് കാര്യമുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല സിനിമ. ഓഡിയൻസിനെ കൂടെ കാണുമ്പോൾ നല്ല റെസ്പോൺസ് വരുന്നു. നല്ല റെസ്പോൺസാണ് കണ്ടത് സിനിമയ്ക്ക്. പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ഫസ്റ്റ് ഹാഫ് ഒരു ഹ്യൂമർ ബ്ലണ്ടായിട്ടും സെക്കൻഡ് ഹാഫ് ഒരു ത്രില്ലർ ബേസ്ഡുള്ളൊരു മൂവിയാണ്. അറിയാലോ, നമ്മുടെ ട്രയലർ കാണിക്കുന്ന സീരിയൽ കില്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ള അതിനോടനുബന്ധപ്പെട്ട ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് ഒരു സാധാരണ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെന്നുണ്ടെങ്കിൽ പുസ്തകശാല നടത്തുന്ന വിജിൽ എന്നുള്ള വ്യക്തി അതിനെന്ത് ചെയ്യുന്നു, ഇതൊക്കെയാണ് പടത്തിൻ്റെ ഒരു പരിപാടി. വർക്കായി തോന്നുന്നു. നോക്കട്ടെ. താങ്ക് യു. ഓക്കെ. സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ നല്ലൊരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. വളരെ നല്ല മൂവി. ധ്യാനിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും വളരെ റിയലിസ്റ്റിക് ആയിട്ടും ഒരു ഡിറ്റക്റ്റീവ് മൂവി ആണെങ്കിൽ കൂടിയും വളരെ രസകരമായിട്ട് നമുക്കൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാവുന്ന പോലെ നമ്മുടെ മലയാള സിനിമയിൽ വളരെ നന്നായിട്ടുണ്ട്. റിയലി എൻജോയ് ആയിട്ട്. മെസ്സേജ് കൂടെ ഉണ്ടല്ലോ, കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികളെ എന്തുകൊണ്ട് വഴിതിരിഞ്ഞ് പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിനേക്കാളും കൂടുതൽ സെക്കൻഡ് ഹാഫ് നല്ലൊരു മെസ്സേജും എല്ലാം നന്നായിട്ടുണ്ട്.